ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിമെക് 36ലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഉപയോഗിച്ച് കളറാണ് ഈ ഒരു LED ട്യൂബ് ലൈറ്റ്. ഇത് സത്യം പറഞ്ഞാൽ ഉപയോഗം കഴിഞ്ഞാൽ എല്ലാവരും കളയാറാണ് പതിവ്. നമുക്ക് ഇത് വെച്ചിട്ട് ഒരു മിനി പോർട്ടബിളായിട്ട് ചെറിയൊരു LED ലൈറ്റ് ഉണ്ടാക്കിയെടുക്കുക. അത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പം നേരെ നമുക്ക് വർക്ക് ബെഞ്ചിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ സ്വിച്ച് വേണം, ഒരു മെയിലും ഫീമെയിലും പോർട്ട് വേണം. എൻ്റെ കയ്യിലുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ എടുക്കാം. ഇനി നമുക്ക് വേണ്ട ഒരു 9 വോൾട്ട്സ് ബാറ്ററിയും അതിൻ്റെ ഒരു അഡാപ്റ്ററും വേണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ LED സ്ട്രിപ്പ് പവറപ്പ് ചെയ്യണത്. ഇനി നമുക്ക് ആ LED ട്യൂബ് ഒന്ന് ഊരിയെടുക്കാം. അതിൽ ഞാൻ സ്ക്രൂ ഡ്രൈവ് എടുത്തിട്ട് ആ LEDയുടെ ബാക്കിൽ ഒരു ലോക്കുണ്ട്, ആ ലോക്കൊന്ന് തിക്കിയിട്ട് മേളിലോട്ട് പൊക്കുവാണെങ്കിൽ അതിൻ്റെ ക്യാപ്പിങ് ഊരിപ്പോരും. ഇത്തിരി ടൈറ്റ് ആയിരിക്കും, അത് ഒന്ന് ബലം പിടിച്ചാൽ ഊരി പോകുന്നുള്ളൂ. നമ്മളതിൻ്റെ ക്യാപ്പ് ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ LED സ്ട്രിപ്പിൽ കണക്ട് ചെയ്തേക്കണ വയറൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആ LEDയുടെ ടോപ്പ് ഭാഗം ഒന്ന് ഊരിയെടുക്കാം. ഇതാണ് അതിൽ വന്ന LED സ്ട്രിപ്പ്. ഇതിലൊരു 105 LED സ്ട്രിപ്പ് ഉണ്ടാവും. സാധാരണ LED ട്യൂബിൽ ഈ ബോർഡാണ് കംപ്ലൈൻ്റ് ആയി പോകുന്നത്. ഈ ബോർഡ് നമുക്ക് ആവശ്യമില്ല. LED സ്ട്രിപ്പ് അങ്ങനെ കംപ്ലൈൻ്റ് ആവാറില്ല. ഇത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയത്, ഇത് കംപ്ലൈൻ്റ് ഇല്ല. ഈ LED സ്ട്രിപ്പിനകത്ത് 5 എണ്ണം പാരലായിട്ടാണ് LED വർക്ക് ചെയ്യണത്. എന്നുവെച്ചാൽ 5 LEDയുടെ ഒരു സ്ട്രിപ്പ്. അപ്പം നമുക്ക് വേണ്ടത് ഈ 5 LED വരുന്ന ഒരു സ്ട്രിപ്പാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രിപ്പിലോട്ട് 2 വയർ കണക്ട് ചെയ്യണം. ഞാൻ മേളിലും താഴെയായിട്ടാണ് വയർ കണക്ട് ചെയ്യണത്. അപ്പം ഈ താഴെ ഭാഗത്ത് വയർ കണക്ട് ചെയ്യാൻ സ്പേസ് ഇല്ല. അപ്പോൾ ആ വൈറ്റ് ഭാഗം ചെരിഞ്ഞ് കളയുമ്പോൾ അവിടെ ചെമ്പിൻ്റെ കോയിലുണ്ട്, അതിലോട്ടാണ് നമ്മൾ വയർ കണക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വൈറ്റ് ഭാഗം ഒരു ബ്ലേഡ് കൊണ്ടിട്ടൊന്ന് ചെരണ്ടി ആ ചെമ്പിൻ്റെ ഭാഗം ക്ലിയർ ആക്കി എടുക്കണം. ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്തു കഴിയുമ്പോൾ തന്നെ അത് നമുക്ക് കാണാൻ പറ്റും. ആ വൈറ്റ് ഭാഗം പോയിട്ട് അവിടെ ആ ചെമ്പിൻ്റെ പ്ലേറ്റ് തെളിഞ്ഞു തന്നെ കാണാൻ പറ്റും. നമ്മൾ ആ വൈറ്റ് ഭാഗം ചെരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ അവിടെ ചെമ്പിൻ്റെ ആ പ്ലേറ്റ് തെളിഞ്ഞ് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഈ കാണുന്നതാണ് ആ ചെമ്പിൻ്റെ ഭാഗം. ഇതിലോട്ടാണ് നമ്മൾ വയർ സോൾഡർ ചെയ്ത് വെക്കാൻ പോകുന്നത്, 2 സൈഡും. ഇനി നമുക്ക് ആ ഊരിയെടുത്ത് ട്യൂബിൻ്റെ ക്യാപ്പിൽ ഒരു സ്വിച്ചിനും ഒരു ഫീമെയിൽ പോർട്ടിനുള്ള ഹോൾ ഇട്ടെടുക്കണം. അതിലോട്ടാണ് നമ്മളത് രണ്ടും വെച്ച് ഒട്ടിച്ചെടുക്കുന്നത്. ഞാൻ ഇതേപോലത്തെ ഒരു നൈഫ് എടുത്ത് ചൂടാക്കിയിട്ടാണ് ഈ സ്വിച്ചിനുള്ള ഹോൾ ഇടുന്നത്. നമ്മൾ ആ ക്യാബിൽ 2 ഹോൾ ഇട്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ഹോളിലോട്ട് ആ സ്വിച്ചൊന്ന് വെച്ച് നോക്കാം എങ്ങനെ സൂട്ടാവുമെന്ന്. ഇതിപ്പോൾ കറക്റ്റായിട്ട് കയറുന്നുണ്ട്. ഇച്ചിരി ടൈറ്റുണ്ട്, അതിലും കുഴപ്പമില്ല, കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ക്യാപ്പിലോട്ട് സ്വിച്ചും ഫീമെയിൽ പോർട്ടും കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്വിച്ചിലോട്ട് 2 വയർ കണക്ട് ചെയ്തെടുക്കണം. ആ സ്വിച്ചിലോട്ട് നമ്മൾ 2 വയർ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫീമെയിൽ പോർട്ടിലോട്ട് 2 വയർ കണക്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ഫീമെയിൽ പോർട്ടിലും വയർ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ LED സ്ട്രിപ്പിൻ്റെ 2 സൈഡിലും ഒരു വയർ കണക്ട് ചെയ്തെടുക്കണം.
LED സ്ട്രിപ്പിലും നമ്മളിപ്പോൾ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ LED സ്ട്രിപ്പിലോട്ട് നമ്മൾ ആദ്യം സോൾഡർ ചെയ്തെടുത്ത സ്വിച്ചും ഫീമെയിൽ പോർട്ടും കൂടി സോൾഡർ ചെയ്ത് വെക്കണം. എന്നിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ആ കേസിലോട്ട് വെക്കാൻ. അപ്പോൾ നമ്മുടെ വയറിംഗ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഇത് ഓൺ ആയിട്ടുണ്ട്. കേസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആ ട്യൂബിൻ്റെ ഫ്രെയിം തന്നെ എടുക്കണേ. അതിലോട്ട് നമ്മുടെ LED സ്ട്രിപ്പ് വെച്ചിട്ട് ആ LED സ്ട്രിപ്പിനേക്കാളും ഒരു 3 സെൻറ്റിമീറ്റർ നീളം കൂട്ടിയിട്ട് നമുക്ക് ആ ഫ്രെയിം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ നമ്മുടെ കേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കേസിനകത്തോട്ടാണ് നമ്മൾ നമ്മുടെ സർക്യൂട്ട് വെക്കുന്നത്. ഇനി നമ്മുടെ ക്യാപ്പിലോട്ട് നമ്മുടെ സ്വിച്ചും ആ ഫീമെയിൽ പോർട്ടും വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ അവിടെ നിന്ന് വിട്ടുപോകും. അതിന് ഞാൻ ഒട്ടിക്കാൻ എടുക്കുന്നത് ഫ്ലെക്സ് ക്യൂക്കാണ്. ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കുക. നമ്മൾ ആ ക്യാപ്പിലോട്ട് സ്വിച്ചും ഫീമെയിൽ പോർട്ടും വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കേസിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. കാരണം ഇല്ലെങ്കിൽ ആ സ്വിച്ചും ഇതും കൂടി കറക്റ്റായിട്ട് സൂട്ടായിട്ടിരിക്കില്ല. അതിനുവേണ്ടി നമ്മൾ ഇതിൻ്റെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾ ആ കേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആ സ്വിച്ച് പിടിപ്പിച്ച് ക്യാപ്പ് എടുത്ത് ആ കേസിലോട്ട് സെറ്റാക്കി വയ്ക്കാം. ഇനി നമുക്ക് ആ സ്വിച്ചിൽ നിന്ന് വന്ന വയർ ആ സ്ട്രിപ്പിലോട്ട് സോൾഡർ ചെയ്ത് വയ്ക്കാം. നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ ലൈറ്റിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ലൈറ്റിൻ്റെ കവറിങ്ങും രണ്ടാമത്തെ എൻഡ് ക്യാപ്പും നമുക്കിതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ലൈറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ലൈറ്റ് ഓഫാക്കി കാണിക്കാം. ഇതിന് 9 വോൾട്ട്സ് ബാറ്ററി നിർബന്ധമില്ല. 1.5 വാട്ട്സിൻ്റെ രണ്ട് നമ്മുടെ സാധാ ക്ലോക്ക് ബാറ്ററി ഉണ്ടെങ്കിലും വർക്ക് ചെയ്യും. അതാണ് ഞാനിപ്പോൾ കണക്ട് ചെയ്തേക്കുന്നത്. ഞാൻ ആ ലൈറ്റ് ഒന്ന് റൂമിനകത്ത് തെളിച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വെട്ടം എന്തോരുണ്ടെന്ന് മനസ്സിലാവും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.